നമുക്ക് എൻ പി ഡിയുടെയും ഡി പി ഡിയുടെയും ഓരോ പ്രോബ്ലംസ് നോക്കാം. എൻ പി ഡിയുടെ പ്രോബ്ലം വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കൺസ്ട്രക്ട് എൻ പി ഡി എ ഓട്ടോമാറ്റ ഫോർ ദ ലാംഗ്വേജ് എൽ ഈക്വൽ ടു ഡബ്ല്യു റൈസ് ടു ആർ ഡബ്ല്യു ഈസ് ഇൻ 0+1 ദ ഹോൾ സ്റ്റാർ. അപ്പോഴത്തേക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഡബ്ല്യുവിൻ്റെ റിവേഴ്സും കൂടി വരുന്നൊരു ലാംഗ്വേജ് കൺസ്ട്രക്ട് ചെയ്യണം. അതിനകത്ത് ഡബ്ല്യു എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1 വരാം, അല്ലെങ്കിൽ 2 വരാം. അങ്ങനെയുള്ള കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമേ ലാംഗ്വേജ് കൺസ്ട്രക്ട് ചെയ്യും. എൽ ഈക്വൽ ടു ഞാൻ ഫസ്റ്റിലെ ഡബ്ല്യുവിന് 011 കൊടുക്കും. അപ്പം എന്താണ് ഡബ്ല്യു റേസ് ടു ആർ 110 വരും. അപ്പോൾ ഫസ്റ്റ് സ്ട്രിങ് 011 110. അതിനുശേഷം രണ്ടാമത് ഞാൻ ഡബ്ല്യുവിന് 100 കൊടുക്കും. അപ്പോഴത്തേക്ക് ഡബ്ല്യു റേസ് ടു ആർ വരുമ്പം 001 വരും. അപ്പോൾ രണ്ടാമത്തെ സ്ട്രിങ് അങ്ങനെ വരും. അപ്പം ഈ രണ്ട് സ്ട്രിങ്ങും വെച്ചിട്ട് ഞാൻ പുഷ് ചെയ്യാൻ പോവുകയാണ് എലമെൻറ്റ്സ് അകത്തോട്ട്. അപ്പോഴത്തേക്ക് ഫസ്റ്റിലെ Q0യിൽ Z0യുടെ മുകളിൽ 0 ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? Z0യുടെ മുകളിൽ 0 നമുക്ക് പുഷ് ചെയ്യണമെങ്കിൽ ഡെൽ ഓഫ് Q0 0 Z0 കൊടുക്കും. അപ്പം നമ്മൾ പുഷ് ചെയ്തിട്ട് Q0 0 Z0 എന്ന് പറഞ്ഞ് വരും. അതിനുശേഷം Q0യുടെ മുകളിൽ ഇപ്പം 0 അല്ല വെക്കേണ്ടത്, 1 ആണ് വെക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? Q0 1 Z0 എന്ന് പറഞ്ഞ് കൊടുക്കും. ഇവിടെ നമ്മൾ രണ്ട് കേസസ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 0+1 ആണ്. ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1 വരാം. അല്ലാതെ നമുക്ക് 1 വന്നിട്ടേ 0 വരാവൂ എന്ന് പറയാൻ പറ്റത്തില്ല ഈ കേസിൽ. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് കേസും നോക്കുന്നത്. അപ്പം ആദ്യമേ Z0യുടെ മുകളിൽ 0 പുഷ് ചെയ്യുന്ന കേസും കൊടുക്കും, Z0യുടെ മുകളിൽ 1 പുഷ് ചെയ്യുന്ന കേസും നമ്മൾ കൊടുക്കും. അതിനുശേഷം 0യുടെ മുകളിൽ 1 പുഷ് ചെയ്യുന്ന കേസും കൊടുക്കും, 1ൻ്റെ മുകളിൽ 0 പുഷ് ചെയ്യുന്ന കേസും കൊടുക്കും. അതായത് 0യുടെ മുകളിൽ ഇപ്പോൾ ഇവിടെ 0 ഇരിക്കുകയാണ്, ആ 0യുടെ മുകളിൽ ഞാൻ 1 പുഷ് ചെയ്യുന്ന കേസ് കൊടുത്തു. ഡെൽ ഓഫ് Q0 10 ഈക്വൽ ടു Q0 10. എന്നിട്ട് ഡെൽ ഓഫ് Q0 01, അതായത് Q0യുടെ മുകളിൽ ഇപ്പം 1ൻ്റെ മുകളിൽ 0 പുഷ് ചെയ്യുന്ന കേസ് കൊടുക്കും, Q0 01 എന്ന് പറഞ്ഞ് കിട്ടും. പിന്നെ അതിനുശേഷം 1ൻ്റെ മുകളിൽ 1 പുഷ് ചെയ്യുന്ന കേസും കൊടുക്കും, 0യുടെ മുകളിൽ 0 പുഷ് ചെയ്യുന്ന കേസും കൊടുക്കും. അപ്പം നമ്മൾ പുഷ് ഓപ്പറേഷൻസ് ഇത്രയും കഴിഞ്ഞു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ നമ്മുടെ ലാംഗ്വേജിനകത്ത് ഡബ്ല്യു റേസ് ടു ആർ ആണ്. അപ്പം നമുക്ക് ഇടയ്ക്ക് ഒരു എലമെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് എവിടെയാണ് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഇങ്ങനൊരു ഓപ്പറേഷൻ കൊടുക്കും, ഡെൽ ഓഫ് Q0 ε0. ഇപ്പോൾ 0 ആണ് ഇരിക്കുന്നതെങ്കിൽ ടോപ്പിൽ ഒരു ചേഞ്ചും വരുത്താതെ നമ്മൾ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. അതിനാണ് കൊടുത്തിരിക്കുന്നത് ഈ ഇക്വേഷൻ. ഇപ്പോൾ 1 ആണ് ടോപ്പിലിരിക്കുന്നതെങ്കിലും സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടോപ്പിലിരിക്കുന്ന ആൽഫബറ്റ് മാറാതെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷൻ കൊടുക്കും. അപ്പം 0യുടെ കേസിലും 1ൻ്റെ കേസിലും നോ ചേഞ്ച് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അടുത്തത് ചെയ്യുന്നത് പോപ്പ് ഓപ്പറേഷനാണ്. പോപ്പ് വരുമ്പം ഇപ്പം ടോപ്പിൽ 0 ആണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ആ 0നെ വെച്ച് റിമൂവ് ആക്കും. അതായത് ഡെൽ ഓഫ് Q1 00 വരുമ്പം Q1 എപ്സിലോൺ. അപ്പം നമ്മൾ 0നെ റിമൂവ് ആക്കി. പിന്നെ ഡെൽ ഓഫ് Q1 11 വരുമ്പോഴത്തേക്ക് ടോപ്പിൽ 1 ആണ് ഇരിക്കുന്നതെങ്കിൽ 1നെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ കൊടുക്കും, Q1 എപ്സിലോൺ. അതിനുശേഷം നമ്മൾ ലാസ്റ്റത്തെ സ്റ്റാക്കിൽ ഇരിക്കുന്ന ലാസ്റ്റ് എലമെൻ്റ് ഉണ്ടല്ലോ Z0 എന്ന് പറയുന്നത് സ്റ്റാർട്ട് സിമ്പൽ, അപ്പം അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെൽ ഓഫ് Q1 എപ്സിലോൺ Z0 എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ Q1 എപ്സിലോൺ കിട്ടും. പിന്നെ നമ്മൾ PDA എഴുതിയതിന് ശേഷം നമ്മൾ ഈ ഫിഗർ വരയ്ക്കണം. അപ്പം Q0ക്ക് 0, അതായത് സെൽഫ് ലൂപ്പ്, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാതെ ആദ്യത്തെ ഉള്ള പുഷ് ഓപ്പറേഷൻസ് ആണ് ഞാൻ സെൽഫ് ലൂപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. 0 ഇപ്പോൾ Z0യുടെ മുകളിൽ 0 വരുവാണെങ്കിൽ മുകളിൽ 0 Z0യുടെ മുകളിൽ 0 വയ്ക്കുവാണെങ്കിൽ 0 Z0 വരും. പിന്നെ Z0യുടെ മുകളിൽ 1 വയ്ക്കുവാണെങ്കിൽ 1 Z0 വരും. പിന്നെ 1ൻ്റെ മുകളിൽ 0 വയ്ക്കുവാണെങ്കിലുള്ളത് 1ൻ്റെ മുകളിൽ 1 വയ്ക്കാനുള്ളത്, അങ്ങനെ ഇത് സെൽഫ് ലൂപ്പ് വെച്ചിട്ട് നമ്മളത് എഴുതും. അതിനുശേഷം സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ എപ്സിലോണിൻ്റെ ഇക്വേഷൻ കൊടുത്തില്ലേ, അതിവിടെ കൊടുക്കും. എപ്സിലോൺ 0 ബാർ 0 എപ്സിലോൺ 1 ബാർ 1 ആൽഫബറ്റ്സ് ചേഞ്ച് ചെയ്യാതെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പുതിയ സ്റ്റേറ്റ് വരും. അതിനുശേഷം ആ സ്റ്റേറ്റിൽ നമ്മൾ എന്ത് കൊടുക്കും? പോപ്പ് ഓപ്പറേഷൻസ് ആ സ്റ്റേറ്റിൽ നമ്മൾ സെൽഫ് ലൂപ്പായിട്ട് കൊടുത്തേക്കുവാണ്. അതിനുശേഷം ലാസ്റ്റ് Z0 റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ Q2 പോകും. നമ്മൾ സാധാരണ പഠിച്ചതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയൊരു ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ
നമുക്കിവിടെ 2 ആൽഫബറ്റ്സ് ആണുള്ളത്. അപ്പം 0യും 1ഉം. അപ്പോൾ 2 ആൽഫബറ്റ്സ് വരുന്ന സമയത്ത് നമുക്ക് എത്ര സ്റ്റേറ്റ്സാണ്? മാക്സിമം 3 സ്റ്റേറ്റ്സ് ആണ് വേണ്ടത്. അതായത് n ആൽഫബറ്റ്സ് ഉള്ളിടത്ത് n+1 സ്റ്റേറ്റ്സ് ആയിരിക്കും വേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇവിടുത്തെ ആദ്യമേ എലമെൻറ്റ്സ് യൂസ് ചെയ്ത് എലമെൻറ്റ്സിനെ തന്നെ പോപ്പ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ വേറെ സ്റ്റേറ്റ് ചേഞ്ച് കൊടുക്കാത്തത്, അവിടെ സെൽഫ് ലൂപ്പായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ W(r)ൻ്റെ പ്രോബ്ലത്തിനകത്തും W(r)ൻ്റെ പ്രോബ്ലത്തിനകത്തും ഇതേപോലെ ഇതേപോലെ 3 സ്റ്റേറ്റേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. അതിനുശേഷം ഇനി നമ്മൾ നോക്കുന്നത് ഒരു DPDA, കൺസ്ട്രക്ട് DPDA ഫോർ L = WC(W)R where A+B the whole star. അതായത് ABCBA നേരത്തെ പറഞ്ഞ സെയിം സംഭവം തന്നെ. ഡബ്ല്യുവിൻ്റെയും W(r)ൻ്റെ ഇടയ്ക്കൊരു C വരുന്നുണ്ട്. നമ്മൾ ആദ്യമേ പുഷ് ഓപ്പറേഷൻസ് എല്ലാം ഇതേപോലെ കൊടുത്തതിന് ശേഷം C നോ ചേഞ്ച് ആയിട്ടുള്ള 2 ഓപ്പറേഷൻസ്. ഇവിടെ C ഉണ്ടായതുകൊണ്ട് നമ്മൾ എപ്സിലോൺ ഇട്ടിട്ട് നോ ചേഞ്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. C വെച്ചിട്ട് നമ്മൾ നോ ചേഞ്ച് ഓപ്പറേഷൻ കൊടുക്കും. അതിനുശേഷം നമ്മൾ പോപ്പ് ചെയ്യാനുള്ള ഓപ്പറേഷൻസ് 3 കൊടുക്കും. അതിനുശേഷം ലാസ്റ്റ് മൂന്നാമത്തെ പോപ്പ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് എപ്സിലോൺ യൂസ് ചെയ്ത് Z0നെ പോപ്പ് ചെയ്യാനാണ്. അവിടെ നമ്മൾ സ്റ്റേറ്റ് ചേഞ്ച് കൊടുക്കും. അതിൻ്റെ ട്രാൻസിഷൻ ഡയഗ്രം നമ്മൾ ഇതേപോലെ വരയ്ക്കും. അപ്പം DPDAയുടെ NPDAയുടെയും പ്രോബ്ലംസ് ഇങ്ങനെയാണ്. രണ്ടും ഏകദേശം ഒരേ കണക്ക് തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നും ഇതിനകത്ത് വരുന്നില്ല.